എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ കണ്ണൂരാണുള്ളത്. കണ്ണൂർ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, കടൽ തീരത്തുള്ള ഒരു റിസോർട്ടാണ്. പ്രണവ് ബീച്ച് റിസോർട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെയാണ് ഇന്ത്യൻ റൂത്തിൻ്റെ 3ാം വാർഷികം, അതായത് ന്യൂസ് റീഡേഴ്സിൻ്റെ 3ാം വാർഷികം നടക്കുന്നത്. അതുപോലെ തന്നെ ഡോക്യുമെൻ്ററി പ്രദർശനം, പിന്നെ എക്സലൻസ് അവാർഡുകൾ, അതായത് കണ്ണൂർ ജില്ലയിലെ വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ച കുടുംബശ്രീ പ്രവർത്തകർ, സംരംഭകർ, സാമൂഹിക സാംസ്കാരിക മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളുകൾ, ഇവരെയൊക്കെ ആദരിക്കുന്നൊരു ചടങ്ങും കൂടി ഇവിടെയുണ്ട്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും പ്രതിനിധികളായിട്ട് ഏകദേശം 100ഓളം പേർ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കണ്ണൂർ ജില്ലയിലുള്ള സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ളയും ജനപ്രതിനിധികളൊക്കെ തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരെയും പയ്യാമ്പലം പ്രണവ് റിസോർട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ റിസോർട്ടിൽ വെച്ചാണ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത്. അതിമനോഹരമായ റിസോർട്ടാണ്. ഇവിടെ ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ്, വളരെ ഒരു ചൂടുമില്ല. നല്ല വെയിൽ പുറത്തുണ്ടെങ്കിലും ഇവിടെ യാതൊരു ചൂടുമില്ല. അതാണ് ഈ റിസോർട്ടിൻ്റെ പ്രത്യേകത. നല്ല കാറ്റുണ്ട്. അതിമനോഹരമായ ഒരു റിസോർട്ടാണ്. ഇവിടെ വെച്ചിട്ടാണ് നാളെ പരിപാടിക്ക് നമ്മൾ തുടക്കം കുറിക്കുന്നത്. രാവിലെ 9 മണിക്ക് നമ്മൾ വിദ്യാർത്ഥികളുടെ പരിപാടികളാണ് നടത്തുന്നത്. ചിത്രരചന മത്സരം, ക്വിസ് മത്സരം, കഥാ കവിത രചനാ മത്സരം ഒക്കെ നടക്കുന്നുണ്ട്. നമ്മൾ ഈ ചിത്രരചന എന്ന് പറയുന്നത് ട്രാഫിക് ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ വാഹനാപകടങ്ങളൊക്കെ തന്നെ വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് യുവാക്കളൊക്കെ തന്നെ വാഹനങ്ങൾ ഓടിച്ച് അപകടത്തിൽപ്പെട്ട് മരണവും അതുപോലെ തന്നെ ജീവിതകാലം മുഴുവൻ അതിൻ്റെ പ്രയാസങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്ത് വെച്ച് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഉദ്ഘാടനം ചെയ്ത പരിപാടിയുടെ തുടർച്ചയാണ് ഈ പരിപാടി നടത്തുന്നത്. അത് എല്ലാ ജില്ലകളിലും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് സ്കൂളുകളൊക്കെ കേന്ദ്രീകരിച്ച് നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെയും ചിത്രരചനാ മത്സരവും ബോധവൽക്കരണ ക്യാമ്പൊക്കെ നടക്കുന്നത്. എന്തായാലും പിന്നെ അതോടൊപ്പം തന്നെ ചിത്രരചന, കഥാ കവിത മത്സരങ്ങളൊക്കെ തന്നെ ആ ടോപ്പിക്കിലാണ് നമ്മൾ നടത്തുന്നത്. പിന്നീട് നമ്മൾ ഇവിടുത്തെ കണ്ണൂർ ജില്ലയിലെ മികച്ച കുടുംബശ്രീ പ്രവർത്തകരെ ആദരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അപ്പം ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത്. അപ്പം എല്ലാവരെയും ഈ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കാത്തവരൊക്കെ ഉണ്ടാവും. ഇത് അറിഞ്ഞിട്ട് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ പ്രണവ് റിസോർട്ടിലേക്ക് എത്തിയാൽ മതി. നാളെ രാവിലെ സ്റ്റാർട്ട് ചെയ്യും. രാത്രി 10 മണി വരെയാണ് പ്രോഗ്രാം. 3 മണിക്കാണ് മെയിൻ ഫംഗ്ഷൻ നടക്കുന്നത്. അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി ഞങ്ങൾ ക്ഷണിക്കുകയാണ്. അപ്പം ഞാൻ കടൽ തിരമാലകളൊക്കെ ഇന്ന് കാണിക്കട്ടോ. ഇത്തരം പരിപാടിയിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമുക്ക് മാനസികമായിട്ടൊരു സുഖം കിട്ടും കേട്ടോ. അതായത് ഈ കടൽ തീരവും ഈ പച്ചപ്പൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതുണ്ട്. ഇത് ഇവിടെ നോക്കിയാൽ കടലിൻ്റെ തിരയുടെ തിരമാലകളുടെ ശബ്ദം എന്നൊക്കെ വായിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ പരിപാടി നടക്കുന്ന റിസോർട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് കണ്ണൂരിലേക്ക്.